ഒരുവട്ടോട് പറയണ ഒരുവട്ടോട് എന്നെ മുഖത്തോട്ട് പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞോ. അപ്പൊ ഹേന ആദ്യമായിട്ട് 4 ദിവസമൊക്കെ ഒറ്റക്ക് നമ്മളൊന്നും ഇല്ലാണ്ട് ഒരു ടൂർ പോവാ. ഒറ്റക്ക് അവരൊക്കെ ഇല്ല. ഞാൻ പിന്നെയും പോയിട്ടുണ്ടെന്ന് പറയാം. ഇവളാണെങ്കിൽ ഇത്രയും ദിവസം ഒന്നും ഇങ്ങനെ മാറി നിന്നിട്ടില്ല. അപ്പൊ അതിന്റേതായ കുറെ സങ്കട വികാസങ്ങൾ നിങ്ങൾ കണ്ടതാണ്. എന്നേലും ഭയങ്കര എക്സൈറ്റഡ് ആണ് സബു. ഞാൻ ഇതുവരെ മാറി നിന്നിട്ടില്ല അങ്ങനെ. അപ്പൊ 4 ദിവസമൊക്കെ മാറി പെട്ടെന്ന് ഞാൻ പോലും അറിയാതെ പെട്ടെന്ന് വന്നു. ഞാനും അച്ഛനും അമ്മയും കൂടി ഓട്ടോയ്ക്കാ പോണത്. അപ്പയും കൂടി ഉണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് പോയി ആക്കിയാനൊക്കെ ഇസബു ഉണ്ട്. അതാണ് വിറ്റ് എന്നെ ആക്കാൻ ഇസബു. എന്നെ കിടന്ന് മോങ്ങും ഓടി. അപ്പക്ക് പണിയുണ്ട്. അപ്പൊ അപ്പ ഉണ്ടാവൂല. നമ്മളെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ഷൊർണൂറിൽ പോയിട്ട് ഷൊർണൂറിൽ നിന്നാണ് പോണ്ടിച്ചേരിലോട്ട് പോകണം. നമുക്ക് വഴിയെ കാണാം. ഗായ്സ് ഇവിടെ ഉണ്ടല്ല ഫോറിനേഴ്സും കേട്ടാ. അവരുടെ കയ്യിൽ പോലും ഇത്രയും കണ്ട വലിയ ബാഗ്. ഇവരും അതെ ഏതര മാത്രം ഇത്രയും എന്താണ് കല്ലൊക്കെ കയറ്റിക്കൊണ്ടോടി. ആദ്യമായിട്ട് റെയിൽവേ സ്റ്റേഷന് വേണ്ടി ഇറങ്ങ് എല്ലാ കാര്യത്തിൽ നോക്കിയല്ലേ ബാഗ്. ഞാൻ നോക്കാന്ന് പറഞ്ഞ ഇവിടെ പോണേ. ഞങ്ങള് ഷൊർണൂര് വരെ പോണ്. അപ്പൊ ഞങ്ങള് ഇറക്കിയ ആദ്യമായിട്ട്. അപ്പൊ ഗൈസ് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സീറ്റ്. ഇത് നമ്മുടെ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നത് ആർക്ക് വേണം. ഞാൻ വന്നില്ല. സാറ് വന്നിട്ടുണ്ട്. കേട്ടോ ലാഫിംഗ് ചലഞ്ച് ചെയ്യാൻ പോണേ. ആരാണ് കൂടുതൽ ചിരിക്കണം നോക്കാം. അപ്പൊ നമ്മൾ ഷൊർണൂർ എത്തി. ഇനി പോണ്ടിയിലുള്ള ട്രെയിനിൽ നമ്മൾ കയറാൻ പോവാണ്. ഇനി അവിടെ ചെന്ന് ഫുള്ള് തമിഴായിരിക്കും. ഇനി ഹെനയുടെ തമിഴ് വേർഷൻ. ഞങ്ങൾ പോണ്ടിച്ചേരിയിലെത്തി. പക്ഷെ മഴയത്ത് അങ്ങനെ ബീച്ചിലിറങ്ങും. போண்டிச்சேரியில் வந்திருக்கோம். இங்க நாம தமிழ் பேச போறோம். நாங்க போண்டிச்சேரி வந்திருக்கோம். എൻജോയ് பண்ண പോറോ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. അതിസുന്ദരമായ കാഴ്ചകളിലൂടെ കണ്ട് നടന്നുകൊണ്ട് പോവുകയാണ്. ഓറോമിയ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള എന്താ ഫോറസ്റ്റ് സാധന ഫോറസ്റ്റ് ആണ്. അതായത് മനുഷ്യന്മാരെ ഉപദ്രവിക്കാണ്ട് ജീവിക്കാൻ നേച്ചറിസ്റ്റിക് ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ചാണ് പറയേണ്ടത്. ഞങ്ങൾ വിചാരിച്ച് ഭയങ്കര വെയിലായിരിക്കും. പക്ഷെ വെയിലില്ല, മഴയില്ല, ഒരു മൂടിക്കെട്ടി കിടക്കണം. നല്ല തണുപ്പടിക്കുന്നുണ്ട്. പ്രത്യേക ക്ലൈമറ്റ്. അപ്പൊ നമ്മള് വൈറ്റ് ടൗണിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ബാർഗിൻ ഒക്കെ ചെയ്ത് നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങില്ല, വെറുതെ നോക്കും. വെറുതെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണ്. എത്രയാണ് അതിനൊക്കെ? 450. ഡ്രസ്സൊന്നും ഞാൻ നോക്കാനുള്ള. ഞാൻ ഫുഡായിരിക്കും മെയിൻ. എന്തെങ്കിലും ഉണ്ടോ ഗേൾസ്? ഗൈസ് ഫോട്ടോഗ്രാഫർ ഹിറ്റ്ലർ ഫോട്ടോ എടുക്കാൻ പഠിപ്പിക്കുന്നു. സ്ട്രീറ്റ് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണ് ഗൈസ്. ഇനി വേറെ കുറെ ലൊക്കേഷനൊക്കെ അയച്ചിട്ടുണ്ട്. നമുക്ക് അവിടേക്ക് പോകാം. നമ്മളിപ്പോ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടിപൊളി വ്യൂ ആണ്. കുറെ സ്ഥലത്ത് പോകണ്ട്. റോക്ക് ബീച്ച്, പിന്നെ ഫുഡ് സ്ട്രീറ്റ്. നമുക്കത് നോക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ പൊടിച്ചിട്ട് വന്നിട്ട് വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ വീഡിയോ ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.
വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ വ്ലോഗാ. നമ്മൾ റോക്ക് ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. സൂപ്പർ സൂപ്പർ. പിന്നെ നമ്മളെ ഫോട്ടോസ് അറിയാതെ എടുത്തോണ്ടിരിക്കുന്നത്. ഞങ്ങൾ കടലമ്മ കളിന്ന് എഴുതാൻ പോണേ. അപ്പൊ നമുക്ക് എത്ര ദൂരം വരുമെന്ന് കടലമ്മ അറിയില്ല. പോണ്ടിച്ചേരിയല്ല, വേറെ തമിഴ് അറിയാം. അതാണ് കടലമ്മ വരാത്തത്. ഞാൻ പറഞ്ഞില്ല ഭാഷ അറിയില്ല. എത്രയാണ് ഇനി? 300. What's the rate? നോക്കട്ടെ. 2000. എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോ, ഞാൻ പള്ളി പോയിട്ട് വരാം. ഓക്കെ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഇവിടുത്തെ വ്യൂ കാണും. നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി ഹലോ. ഇതെല്ലാം റെക്കോർഡാ. യു ആർ അണ്ടർ CCTV സർവീലൻസ്. ഓഡിയൻസ് ഒക്കെ നേരത്തെ എത്തിയിരിക്കുന്നു. പരിപാടി നടക്കുന്നതിന് മുമ്പ് എന്താണ് ഓഡിയൻസ് ആയിട്ടാണോ അതോ പാടുന്നു? ഇല്ല, ഞാനിവിടെ കള പറിക്കാൻ വന്നിട്ടുണ്ട്. കളവർഷം ഇയാളാണ് ഇത്ര നേരം എല്ലാവരും ട്രോളിക്കൊണ്ടിരുന്നത്. നമ്മളപ്പോൾ അപ്പങ്ങളും പാടും പാട്ട് പാടാൻ പോവുകയാണ് ഗൈസ്. പോയി നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഡേ 2 കാഴ്ചകളൊക്കെയായി നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും നമ്മൾ ബാംഗ്ലൂർ ഫോറസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. പിച്ചാവരം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇനി നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ബോട്ടിങ്ങിന് പോകും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാനും ശ്രുതി അവിടെ നിന്ന് എടുത്ത ഫോട്ടോ. പോയ സാധനം. എല്ലാരും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് ബോട്ടിൽ കയറാൻ പോവാണ്. മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യൻ നടക്കണ്ടേ? ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. അയ്യോ എന്റെ ദൈവമേ, എന്താണ് ഈ സ്ഥലമൊന്നുമില്ലല്ലോടാ. ബൈ. ഓ എന്താ സുന്ദരം ഈ കാഴ്ച കാണാൻ. പൊന്നിനെ പോണോരേ, കടലിനക്കര പോണോരേ, കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും. வேர்ல்டு செகண்ட் കേരളാവിൽ ഒരെണ്ണം ഇருக்கு, ഒന്ന് ഇருக்கு. அதெல்லாம் இருக்கு கம்மி. வேர்ல்டு செகண்ட். ஃபர்ஸ்ட் வெஸ்ட் பெங்கால், ரெண்டாவது വെസ്റ്റ് ബംഗാൾ. ഇത് പൊന്നു അടിപൊളി. ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാൻ, കാന്താ ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാൻ. പൂരം എനിക്കൊന്ന് കാണണം കാന്താ, പൂരം എനിക്കൊന്ന് കാണാൻ കാന്താ. തൊഴയ മുടിമ ഒരു ഇത് ഞാൻ തറയേറെ അങ്ങ പോയിട്ട് നമ്മൾ തറയപ്പുറം പണിയാണ് എന്നെ നനച്ച് ഹേന
പൊക്കോളും. ബലഹീനം പായും പുലി, ഇടിമിന്നൽ വേഗത്തിൻ പുലി. അതല്ലേ ഇതിനെന്തായാലും കോപ്പിറൈറ്റ് വരില്ല, ലിറിക്സ് മൊത്തം തെറ്റിച്ചാ പാടണം. നമ്മളിങ്ങനെ ചിന്തിച്ചാ മതി, ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. ഗൈസ്, നമ്മൾ പാമ്പിനെ വിളിക്കാൻ പോവാണ്. A few moments later. അതെന്താ ചത്ത് കിടക്കണ? നല്ല അടിപൊളി വ്യൂസ് ഒക്കെ കണ്ട് തിരിച്ചിരിക്കുകയാണ്. ഇറങ്ങലാമാ, ഇതേ പോണ് റൈഡ് എപ്പഴേ ഇരുந்துச்சு சொல்லு. വണ്ടി ഇപ്പൊ ഒരു പാടത്തിന്റെ അടുത്ത് ഇറക്കിയേക്കണേണ്. അങ്ങോട്ട് കൂടി പോകുന്നു. കോലം കോയിടിങ്ങിരിക്കടി, കോലം പോലെ ഉണ്ട്. നല്ല ജീവി ഇങ്ങനെ നിൽക്കും. ഞാൻ അതിന്റെ ഉള്ളിലോട്ട് പോട്ടെ. അങ്ങനെ നമ്മുടെ കഥാനായിക ഇവിടെ മോഡലായിരിക്കുകയാണ് ഗൈസ്. പുല്ലും പിടിച്ച് നിൽക്കുന്ന കഥാനായിക. പശുവിനെ തീറ്റ കൊടുക്കുന്നവരൊന്നാലും ഞാൻ പറയാം. നമ്മുടെ അടുത്ത സ്പോട്ടാണ് ഏഡൻ ബീച്ച്. എനിക്ക് സിംഗിന് ഇഷ്ടമായി, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. ഇങ്ങനെയൊക്കെയല്ലേ കളക്ഷൻ എടുക്കാൻ പറ്റുമോ? ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. അമ്മ ഈ വീഡിയോ ഒക്കെ ഇത് കാണുമ്പോ പറയാത്ത സ്ഥലത്തേക്ക് പോയാടി. പുറം രാജ്യമൊക്കെ പോലെ ഇരിക്കണം. അവിടെ നമുക്ക് പിക്നിക് ഒക്കെ നടത്താം. പായൊക്കെ വിരിച്ചിട്ട് ഞങ്ങളിങ്ങനെ അവിടെ നടന്നപ്പോ കണ്ടുപിടിച്ച് നല്ലോണം. അവിടെ ഓരോ സ്ഥലത്ത് എത്തുമ്പോ ഓരോ ആംഗിള് വേണ്ട, കിളിയാക്കി പോടും. ഇവിടെ നിന്നിച്ച് നമ്മൾ ഇവിടം വരെ 100 രൂപ. ഇതിപ്പോ ഒരു ബ്രോഡ്വേ പോലില്ലേ. ഇത് തമിഴ്നാട്ടിലെ മിനിച്ചോ. ഈ സൺഡേ മാർക്കറ്റ് എന്നിട്ട് ഫുള്ള് ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് ഇറങ്ങണേ. ഇത് ഇഷ്ടപ്പെടുവട്ടോ. ബ്ലൂ ക്രോക്സ് ഇതാണോ ബാദുഷേ? കുഞ്ഞുമില്ല കുലങ്ക വല്ലത്. You guys going to come and sing here? സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. 1 2 3 നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എന്നതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എനിക്കൊരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് பண்ணணும். அப்லோட் பண்ண வீடியோ. அது சப்ஸ்கிரைப் பண்ணிக்கோ, லைக் பண்ணிக்கோ, ஷேர் பண்ணிக்கோ. അതേ மாதிரி ഗൂഗിൾ റിവ്യൂல ഓപ്പൺ பண்ணல. നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലടാ, തല്ലടാ, ഒന്ന് തല്ലി നോക്കടാ. All the dreams like tingle stars. The tingle stars like crying sand. Aha, yappo. Good morning
ഗൈസ്, നമ്മളപ്പോൾ മാപ്പ് നോക്കി ബീച്ചിൽ പോകാൻ പോണേ. ബെഡിൽ നിന്ന് നേരെ ഇറങ്ങി കാണാൻ പോണാണ് എല്ലാരും കൂടി. സൺറൈസ് ആയി കഴിഞ്ഞാൽ സൺറൈസ് കാണാൻ അങ്ങോട്ടല്ല. ഞാൻ പറഞ്ഞില്ല ഓ, ഇവിടെ നല്ല തണുപ്പുണ്ട്. സ്കൂളിൽ പോണേ, നമുക്ക് ക്ലാസ്സില്ല. കുറേ നടന്ന് ഞങ്ങൾ അവസാനം ബീച്ച് കണ്ടുപിടിച്ചു. സൈക്കിൾ ഓടിക്കാൻ അറിയാമല്ലേ? പിന്നെ ഓടിക്കാൻ കിട്ടിയതിനാ ഓടിച്ചത്. മാമിയൊക്കെ ഏറിടിച്ച്. അതന്നെ ഏറിടിച്ച്. കൊള്ളാല്ലേ സാധനം? നല്ല രസം. പൊളി. ഫോട്ടോഗ്രാഫർ ഇവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. അവരൊക്കെ മിസ് ചെയ്തല്ലേ ഇതൊക്കെ. മിന്നൽ മുരളി കാണുന്നൊക്കെയാണ് വിചാരം. കൃഷ്ണേന്ദോ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പിടിക്കണാണ്. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മുടെ ടൂറിലെ ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങള് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇനിയിപ്പോ മാതൃ മന്ദിർ, പിന്നെ ബാക്ക് ടു കൊച്ചി. നമ്മൾ മാതൃ മന്ദിറിൽ എത്തിയിരിക്കുകയാണ്. കമ്പിളിപ്പൂച്ചി തങ്കച്ചി അല്ലിമലർ കാവിൽ. ഇതാണ് അറിയില്ല. മൊട്ടക്കുന്നിക്കണം. അയ്യോ പറ്റൂല, ഇവിടെ തന്നെ പോവും. ഞാനൊരിക്കാൻ മാതൃമന്ദിർ വ്യൂ പോയിന്റിലോട്ട് കടക്കാൻ പോയാ. പോസ് ചെയ്ത് തന്നെ ഉണ്ടാ. ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇത് ചെറുത്. ഹായ്, വ്യൂ കാണിച്ചാലോ? ബോർഡ് കാണണ്ടെന്നാലും എത്തണില്ല. ഫോട്ടോഷൂട്ടിലാണ്. യക്ഷിക്കാവ് പോലെ ഉണ്ടല്ലേ. ഇതിനൊക്കെ തരാം. പള്ളി ഇറങ്ങി വേറെ റൂട്ട് തന്നെ. പാമ്പിന്റെ തോട്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഏതോ ഒരു ഇറങ്ങിയേക്കുവാണ്. ബോസാണ് കടയുടെ പേര്. ചെടീനൊക്കെ വിട്ടിട്ട നമ്മ കണ്ടുപിടിച്ചു. എന്നാ വെള്ളേണ്ട ഹേനാ കൈ പിടിക്കാതെയാ. ഇവിടെ മൊത്തം ചെടികളാണ്, പക്ഷെ റേറ്റ് അത്യാവശ്യം ഉണ്ട് ഗൈസ്. ബോസ് അതിന്റെ കടയുടെ പേര് തമിഴിൽ എഴുതേക്കണേ. ഞാൻ ഇപ്പൊ തമിഴൊക്കെ പഠിച്ചു, വായിക്കാൻ പഠിച്ചു. അതിന്റെ ഇംഗ്ലീഷ് കണ്ടിട്ടല്ല. എന്ത് വേണം? ചളി. ഞാൻ അങ്ങനെ ലോക്കൽ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. പഴയ സൈക്കിളൊക്കെ വെച്ചാണ്. എനിക്കൊന്ന് നൈറ്റിൽ കുറച്ച് നല്ലതായിരിക്കും. ലവ് ഷേപ്പ് ഒക്കെ ഉണ്ട്. അവര് നല്ലോണം നോക്കാനുണ്ട് ചെടികൾ, അല്ലെങ്കിൽ ഇത്ര ഫ്രഷ് ആയിട്ടിരിക്കില്ല. എടി ഇത് സെറ്റ് ചെയ്തേക്കണ കൊള്ളാട്ടാ. നല്ല കളർഫുൾ ആയിട്ടില്ലേ? കയറാൻ ഒന്നും തുടരുതട്ടെ ഭാമി. പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചടക്കണം. എനിക്ക് ഐഫോൺ വേണേ കുഴപ്പമൊന്നുമില്ല. എനിക്ക് 300. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ട്രിപ്പ് അവസാനിക്കാൻ പോവാണ്. നമ്മൾ വൈകിട്ട് ചെന്നൈയിൽ പോയി ട്രെയിൻ കയറും. അപ്പോൾ നമുക്ക് അതുവരെ മാക്സിമം എൻജോയ് ചെയ്യാം. ഗംഗേ ചേട്ടാ ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. മഞ്ഞ വെള്ള ചുമല എന്തോരം ലൈറ്റാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വീട്ടിലെത്തുന്നതായിരിക്കും. ഞാൻ ഉണ്ടാക്കുകയാണ്. സ്ഥലം എത്തി ഗൈസ്. ആദ്യം ഞാനാണ് ഇറങ്ങുന്നത്. എവിടെ എത്തിയിട്ടുണ്ട്.
അകത്തോട്ടൊക്കെ പോയി ഇങ്ങനെ അവര് കണ്ടുമുട്ടുന്നു ഗൈസ്. ഇതെന്താണ് ഇത്? അച്ഛന് പൂന്തി ഇത് കൊടൈക്കനാലിൽ പോകും. സന്തോഷമായോ? ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാ ഇവിടെ അച്ചുടുക്കാൻ പോണി സുബൂട. ആരാണ് ഇവിടെ കിടക്കുന്നത്? അപ്പെടുത്ത് എന്റെ എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ മേടിച്ച് കഴിച്ചോളാം. ഇനി ഇതേപോലത്തെ ഭക്ഷണം അടുത്ത കാലത്തൊന്നും കിട്ടിയെന്ന് വരില്ല.